ചലച്ചിത്ര നിർമ്മാതാവായ ആൽവിൻ ആന്റണിയെ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന പരാതിയിൽ റോഷൻ ആൻഡ്രൂസിനെതിരെ പോലീസ് കേസെടുത്തു. കൊച്ചി പനമ്പിള്ളി നഗറിലുള്ള ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ എത്തി റോഷൻ ആൻഡ്രൂസും സുഹൃത്ത് നവാസും ചേർന്ന് ആക്രമണം നടത്തിയെന്നാണ് പരാതി. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് ആണ് കേസെടുത്തിരിക്കുന്നത്. വീട്ടിലെ ജനലും മറ്റും അടിച്ചു തകർത്തതിനു പുറമെ സ്ത്രീകളെ ഉപദ്രവിച്ചതായും പരാതിയിൽ പറയുന്നു. എന്നാൽ വീട്ടിൽ കയറി ആക്രമിച്ചുവെന്ന തരത്തിലുള്ള വാർത്തകൾ തീർത്തും വ്യാജമാണെന്ന് റോഷൻ ആൻഡ്രൂസ് വ്യക്തമാക്കിയിരുന്നു. ആൽവിൻ ജോൺ ആന്റണി തന്റെ കൂടെ അസിസ്റ്റന്റായി ഹവോൾഡാറിയു എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും മയക്കുമരുന്നിന്റെ ഉപയോഗം ഇയാൾക്കുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ താക്കീത് നൽകിയെങ്കിലും പിന്നീട് വീണ്ടും ഉപയോഗം തുടർന്നപ്പോൾ ഇയാളെ പുറത്താക്കുകയായിരുന്നുവെന്നും റോഷൻ ആൻഡ്രൂസ് പറഞ്ഞു. ഇതിനെതിരെ പിന്നീട് രംഗത്ത് വരികയായിരുന്നു ആൽവിൻ ജോൺ ആന്റണി. താൻ മയക്കുമരുന്നിന് അടിമയാണെന്ന റോഷൻ ആൻഡ്രൂസിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ആൽവിൻ പറയുന്നത്. മാത്രമല്ല, റോഷൻ ആൻഡ്രൂസിനൊപ്പം താൻ 2 സിനിമകളിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും ആ സിനിമ സെറ്റുകളിലെ ആരോട് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ആരും തന്നെക്കുറിച്ച് മോശമായി പറയില്ലെന്നും ഞാൻ 12ഓളം സിനിമകളിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിട്ടുണ്ടെന്നും ലാൽ ജോസ്, ബി ഉണ്ണികൃഷ്ണൻ, ഷാജി കൈലാസ് എന്നിവരുടെ സിനിമകളിൽ, അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചു നോക്കൂ ഞാൻ മോശക്കാരൻ ആണോ അല്ലയോ എന്നും ആൽവിൻ പറയുന്നു. 40 ഗുണ്ടകളുമായാണ് എൻ്റെ വീട്ടിലേക്ക് റോഷൻ ആൻഡ്രൂസ് വന്നത്. ഞാൻ അവിടെ ഇല്ലായിരുന്നു. വീട്ടിൽ മമ്മിയും ഡാഡിയും എൻ്റെ കുഞ്ഞനുജത്തിയും ഉണ്ടായിരുന്നു. അനുജത്തിക്ക് 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവർക്ക് പുറമെ എൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് കൂടുതൽ ആക്രമിച്ചത്. എൻ്റെ മമ്മിയെ അവർ തള്ളിയിട്ടു. അത്രയ്ക്ക് ഭീകരാന്തരീക്ഷമാണ് വീട്ടിൽ അവർ സൃഷ്ടിച്ചതെന്നും ആൽവിൻ ജോൺ ആന്റണി പറഞ്ഞു. അദ്ദേഹത്തിന് എന്നോടുള്ള വ്യക്തിവൈരാഗ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. റോഷൻ ആൻഡ്രൂസിനും തനിക്കും പെൺകുട്ടിയായ ഒരു പൊതു സുഹൃത്തുണ്ട്. അവളുമായുള്ള തൻ്റെ സൗഹൃദം റോഷന് ഇഷ്ടമല്ല. അവളുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് തന്നോട് റോഷൻ പറഞ്ഞിരുന്നു. എന്നാൽ അത് താൻ അനുസരിച്ചില്ല. ഇതോടെ വൈരാഗ്യമായി മാറി. അതോടെയാണ് എന്നെപ്പറ്റി മോശമായി പറഞ്ഞു നടക്കാൻ തുടങ്ങിയത്. തനിക്ക് റോഷൻ അയച്ച ഒരു സന്ദേശം ഇപ്പോൾ പുറത്തുവിടുകയാണെന്നും അദ്ദേഹത്തിന് ആൽവിനെ ഭയങ്കര ഇഷ്ടമാണെന്നും ഭാവിയിൽ ആവശ്യമെങ്കിൽ സമീപിക്കാമെന്നും പറഞ്ഞുള്ളതായിരുന്നു അത്. അതിൽ ആ പെൺകുട്ടിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ച് തീരുമാനിക്കാം ഞാൻ മോശക്കാരൻ ആണോ എന്ന്. മോശക്കാരനായ എന്നെ പുറത്താക്കിയതാണെങ്കിൽ അദ്ദേഹം എന്തിന് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം എനിക്ക് അയക്കണം? എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഭീഷണിയുണ്ട്. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും ആൽവിൻ പറഞ്ഞു. എന്നാൽ റോഷൻ ആൻഡ്രൂസിന്റെ പരാതിയിൽ ആൽവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസിനെയും നവാസിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിൽ ആൽവിൻ ആന്റണിക്കും സുഹൃത്ത് ബിനോയ്ക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ആൽവിൻ ജോൺ ആന്റണി തുടർച്ചയായി അപവാദ പ്രചരണം നടത്തിയെന്നും സഹിക്കാൻ വയ്യാതെയായപ്പോൾ ചോദിക്കാൻ ചെന്ന തന്നെയും തന്റെ സുഹൃത്ത് നവാസിനെയും ഇയാളുടെ അച്ഛനും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും നവാസിന്റെ വയറിൽ ഇവർ തൊഴിച്ചുവെന്നുമാണ് റോഷൻ ആൻഡ്രൂസിന്റെ വിശദീകരണം. പരസ്പരം ആക്രമിച്ചു എന്ന പരാതിയിൽ സൗത്ത് പോലീസാണ് 4 പേർക്കുമെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.